അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആവശ്യം നിറവേറാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്കത് കിട്ടണം. അത് കിട്ടൽ അനിവാര്യമായുള്ള ഒരു കാര്യമാണെങ്കിൽ അത് ചെയ്യേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് എനിക്കതേ ഉള്ളൂ. നിങ്ങളുടെ ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ദുരുപയോഗം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് വരാം. സൂറത്ത് യാസീനിൽ ഖുറാനിലെ മറ്റു സൂറത്തുകളെ അപേക്ഷിച്ച് അതിയായ ശ്രേഷ്ഠതയുണ്ട്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുറാനിൻ്റെ ഹൃദയം എന്നുള്ളത് സൂറത്തു യാസീനാണ്. സൂറത്ത് യാസീൻ്റെ മഹത്വങ്ങൾക്ക് ഇത് മതിയായ ഒരു തെളിവാണ്. പണ്ട് കാലം മുതലേ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും വീട്ടിലുകളിലും സൂറത്ത് യാസീൻ പാരായണം ഒരു മഹത്തായ ഇബാദത്തായി നടത്തപ്പെട്ടിരുന്നു. സൂറത്ത് യാസീൻ പാരായണത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയായിരുന്നു അവർ ഇങ്ങനെ ചെയ്തിരുന്നത്. മരണപ്പെട്ടവർക്ക് വേണ്ടിയും മരണ ആസ്ഥാനവരുടെ അടുത്തും യാസീൻ പാരായണം ചെയ്യൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. ഈ കൽപ്പന പിൻപറ്റിയാണ് നമ്മൾ സൂറത്ത് യാസീൻ പാരായണത്തിന് വലിയ മഹത്വം കൽപ്പിച്ചത്. മരണപ്പെട്ടു പോയവർക്ക് മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവർക്കും യാസീൻ പാരായണത്തിലൂടെ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുമെന്നും ആരെങ്കിലും സൂറത്ത് യാസീൻ പകലിൻ്റെ ആരംഭത്തിൽ പാരായണം ചെയ്താൽ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമെന്ന് അബുവാബുൽ ഫറജ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാനാർത്ഥത്തിലുള്ള ഒരുപാട് ഹദീസുകൾ വേറെയും നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. യാസീൻ സൂറത്തിൻ്റെ ചില ശ്രേഷ്ഠതകൾ നമുക്ക് പരിചയപ്പെടാം. സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നവർക്ക് ഖുർആൻ 10 പ്രാവശ്യം ഓതിയ പ്രതിഫലം നൽകപ്പെടും. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് സൂറത്ത് യാസീൻ രാത്രി പാരായണം ചെയ്താൽ ആ രാത്രിയിലെ ദോഷങ്ങൾ അവന് പൊറുക്കപ്പെടും. അള്ളാഹുവിനെയും പരലോകത്തെയും ഓർത്തുകൊണ്ടാണ് പാരായണം ചെയ്തതെങ്കിൽ മുൻ കഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ അവന് പൊറുക്കപ്പെടും. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠകൾ നിറഞ്ഞ സൂറത്താണ് സൂറത്തുൽ യാസീൻ. ആഗ്രഹം പൂവണിയാൻ, ആഗ്രഹം പൂർത്തിയാവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലൊരു സംശയം വെച്ച് ചോദിക്കരുത്. അതുപോലെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ, കിട്ടുമോ ഇല്ലേ എന്ന് അങ്ങനെയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കുന്ന കുറേ പേരുണ്ട്. പൂർണ്ണ വിശ്വാസത്തോടെ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിലൊരു നിയ്യത്ത് വേണം. ഇന്ന ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പടച്ച റബ്ബിൽ ഉറച്ച വിശ്വാസമാണ്. റബ്ബിനോടാണ് ചോദിക്കുന്നത്, ഒരിക്കലും എന്നെ കൈവിടില്ല, എനിക്ക് ഉത്തരം കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി മാത്രമേ ഈ ഒരു ഇബാദത്ത് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് കിട്ടും, ഞാനിത് ചെയ്താൽ എനിക്ക് എന്തായാലും ഞാൻ ആഗ്രഹിച്ച കാര്യം നിറവേറും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മനസ്സിൽ ഒരു വിശ്വാസം ഉണ്ടാവണം. ഇത് ചെയ്താൽ കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ ഇത് ചെയ്തിട്ടൊരു കാര്യമുള്ളൂ. നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. സുബിഹ് നമസ്കാര ശേഷം സുബിഹ് നിസ്കരിച്ച് സുബിഹിൻ്റെ ശേഷമുള്ള ദിക്റുകളും ദുആകളും ഒക്കെ ചൊല്ലിയതിന് ശേഷം 4 തവണയാണ് യാസീൻ ഓതേണ്ടത്. 4 പ്രാവശ്യം സൂറത്ത് യാസീൻ ഓതുക. ഇനി സൂറത്ത് യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഔസും ബിസ്മിയൊക്കെ ഓതിയതിന് ശേഷം 1-ാമത്തെ ആയത്ത് യാസീൻ എന്നുള്ളത് 7 പ്രാവശ്യം ഓതുക. 2-ാമത്തത് 38-ാമത്തെ ആയത്തുണ്ട്, വശംസു തെജ്രിയ എന്ന് തുടങ്ങുന്ന ആയത്ത് 14 പ്രാവശ്യം ഓതുക. അവിടെ എത്തുമ്പോൾ 14 പ്രാവശ്യം ആയത്ത് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ 58-ാമത്തെ ആയത്തുണ്ട്, സലാമും കൗലും മിർ റബ്ബിർ റഹീം എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അത് 7 പ്രാവശ്യം ഓതുക. അടുത്തതായിട്ടെന്നുള്ളത് 81-ാമത്തെ ഒരു ആയത്തുണ്ട്, അവലൈസല്ലദീ തുടങ്ങുന്ന ആയത്ത്. അത് 12 പ്രാവശ്യം ഓതുക. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മൾ ഓരോ യാസീൻ ഓതുമ്പോഴും 12 പ്രാവശ്യം ഓതാനുള്ളത് 12 പ്രാവശ്യം, 7 പ്രാവശ്യം ഓതാനുള്ളത് അത് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കി തുടർന്ന് യാസീൻ കംപ്ലീറ്റ് ആയിട്ട് ഓതുക. പിന്നെ 2-ാമതും ഇതുപോലെ ചെയ്യുക, 3-ാമതും ഇതുപോലെ ചെയ്യുക, 4-ാമതും ഇതുപോലെ ചെയ്യുമ്പോൾ ആരുമില്ലാത്ത സ്ഥലത്ത് നല്ല ശാന്തയോടെ ആരോടും സംസാരിക്കാതെ 4 പ്രാവശ്യം ഓതി കഴിയുന്നത് വരെ ആരോടും സംസാരിക്കാതെ ഒരു കാര്യം സംസാരിക്കാതെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓതി കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ 1 പ്രാവശ്യം ചൊല്ലി ഓതിയതിന് ശേഷം നമ്മുടെ എന്ത് ആഗ്രഹമാണോ നിറവേറാനുള്ളത്
പൂർണ്ണ വിശ്വാസത്തോടെ എനിക്ക് എൻ്റെ റബ്ബ് ചെയ്തു തരും, ഇതെനിക്ക് എൻ്റെ റബ്ബ് നേടിയെടുക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ മാത്രം ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അനുഭവം ഉള്ളത് കൊണ്ട് പറയണം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി എന്തായാലും പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ എന്തായാലും ആഗ്രഹം നിങ്ങൾക്ക് നടക്കും ഇൻഷാ അല്ലാഹ്. ഇനിയും നല്ല ഒരുപാട് അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.